ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിനായിട്ടൊരു വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. നല്ല പാട്ടുകൾ ഈ ദിവസങ്ങളിൽ പാടാനായിട്ട് കേൾക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ആ ഗായ സംഘത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു പാട്ട് പാടിയിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച ദൈവജനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകപ്രസിദ്ധ ഇംഗ്ലീഷ് ഗായകനായിരുന്ന ജിംബ്രീസിന്റെ ഒരു ഗാനം, യഹൂദനായി ജനിച്ച അമേരിക്കൻ സിനിമയ്ക്ക് വേണ്ടി പിന്നീട് പാടി പ്രസിദ്ധനായി തീർന്ന ഈ മനുഷ്യൻ, ലോകമെമ്പാട് ഫാൻസ് അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. ഇട്ടുമുട സ്വത്തുണ്ടാക്കി, പക്ഷെ ഒരിട്ടും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. സമാധാനമില്ലാതെ ഈ വലിയ പാട്ടുകാരൻ അമേരിക്കയിലെ ഒരു ആറ്റുതീരത്തേക്ക് കാറ്റുകൊള്ളാൻ വേണ്ടി നടന്ന സംഭവം ഞാൻ ഓർക്കുന്നു. അവിടെ ആറിന് കുറുകെ ഒരു വലിയ പാലമുണ്ടായിരുന്നു. പാലത്തിന്റെ ചുവട്ടിൽ ഒരു യാചകൻ ഇരിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ധർമ്മക്കാരൻ. പക്ഷെ അയാളുടെ മുഖത്തോട് നോക്കിയപ്പോ എന്തോ ഒരു വലിയ തിളക്കം പോലെ. ഇയാൾക്കിത് മനസ്സിലായില്ല. ഒന്നുമില്ലാത്ത ദരിദ്രനായിരിക്കുന്ന ഈ യാചകന് അവന്റെ ഉള്ളിൽ എന്തോ സന്തോഷമുണ്ടല്ലോ. വാസ്തവത്തിൽ അത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. താൻ ചോദിക്കുകയും ചെയ്തു, ഇവിടെ താനൊരു യാചകനല്ലേ, ആരെങ്കിലും ധർമ്മം തന്നു വേണമല്ലോ കഴിയാൻ, പക്ഷേ അതിന്റെ വൈക്ലഭ്യവും ദുഃഖമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. എന്തോ വലിയൊരു സന്തോഷമുള്ളതുപോലെ. എന്താണ് ഈ പ്രത്യാശയുടെ രഹസ്യം? അതോ എനിക്ക് തോന്നിയതാണോ? ആ യാചകനുടനെ ചാടി പിടിച്ചെഴുന്നേറ്റ് ഈ സാഹിബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സർ, അക്രോസ് ദ ബ്രിഡ്ജ് ദർ ഈസ് നോ മോർ സോറോ, അക്രോസ് ദ ബ്രിഡ്ജ് ദർ ഈസ് നോ മോർ പെയിൻ. സാർ, വേദന ദുഃഖം പ്രയാസമല്ല, പാലത്തിന് ഇക്കരയുള്ളൂ. ഇതൊന്നും തീണ്ടാത്തൊരു ലോകം ഇതിന് അക്കരയുണ്ട്. അദ്ദേഹം യാചകനായിരുന്നെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവേദനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന പാലത്തെ കുറിച്ചല്ല, മറിച്ച് മരണം എന്ന മനുഷ്യന്റെ അനിവാര്യത. ഏത് വലിയവനും ചെറിയവനും കടന്നു പോകേണ്ട പാലമാണ് മരണം എന്ന പാലം. അത് കയറി അക്കരെ എത്തുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു കർത്താവ് ഒരുക്കുന്ന ഇമ്പങ്ങളുടെ പർദീസയുണ്ട് എന്നും അവിടെ വേദനയും ദുഃഖവും ശാപവും പാപവും ഒന്നും തീണ്ടുകയില്ല എന്ന സുവിശേഷ സന്ദേശം ആദ്യമായിട്ട് ഈ ഗാനഗന്ധർവനോട് പറഞ്ഞത് ഈ ധർമ്മക്കാരനാണ്. ദൈവത്തിന് ആരെ ഉപയോഗിക്കാൻ കഴിയും? തന്റെ മഹത്വത്തിന് വേണ്ടി. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളെയും ദൈവം ഉപയോഗിക്കും. വമ്പന്മാര് ചിലരെ കർത്താവിലേക്ക് നയിക്കാൻ പ്രാർത്ഥനയോടെ സഹകരിച്ചാൽ മതിയാകും. അന്ന് മുതൽ അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. യേശു എന്ന ഒരാളുണ്ടോ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്നൊക്കെ പറഞ്ഞത് ശരിയാണോ? അധികം കഴിയുന്നതിന് മുമ്പ് ലോകരക്ഷകനായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ധാരാളം ഗാനങ്ങൾ അദ്ദേഹം ക്രൈസ്തവ മേഖലയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാസറ്റ് കടകളിൽ ഇന്നും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ലഭ്യമാണ്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് മുഖാന്തരമായി തീർന്ന യാചകനുമായുള്ള സംഭാഷണം ക്രോഡീകരിച്ച് ഒരു പാട്ട് സംവിധാനം ചെയ്തു. അതിന് തലക്കെട്ട് കൊടുത്തത് അക്രോസ് ദ ബ്രിഡ്ജ് എന്നാണ്, പാലത്തിനക്കരെ. ആ പാട്ട് ഞാനൊന്ന് പാടാൻ ശ്രമിക്കുന്നു. I have lived a life of sin. In this world I am living in, I have done the forbidden things I shouldn't do. I ask a beggar on the way to tell me where to stay, where I could find real happiness and love that's true. Across the bridge there's no more sorrow, across the bridge there's no more pain. The sun will shine across the river and you'll never be unhappy again. Follow the footsteps of the King till you hear the voices ring. They will be singing of the glory of the land. The river Jordan will be near, the sound of trumpet you will hear, and you will behold the most precious place ever known to man. Follow the footsteps of the King till you hear the voices ring. They'll be singing of the glory of the land. The river Jordan will be near, sound of trumpet you will hear, and you behold the most precious place ever known to men. Across the bridge there's no more sorrow,
Across the bridge, there's no more pain. The sun will shine across the river, and you'll never be unhappy again. Follow the footsteps of the King till you hear the voices ring. They'll be singing of the glory of the land. The river Jordan will be near. Sound of trumpet you will hear, and you will be called the most precious place ever known to men. Across the bridge, there's no more sorrow. Across the bridge, there's no more pain. The sun will shine across the river, and you'll never be unhappy again. Across the bridge, there's no more sorrow. Across the bridge, there's no more pain. The sun will shine across the river, and you'll never be unhappy again.